ഹായ് ഡിയേഴ്സ്. ഇന്ന് വന്നിട്ടുള്ളതൊരു ചെറിയൊരു വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. കുറച്ച് കുക്കിങ്ങും കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ തീയൊക്കെ കത്തിക്കണ കണ്ടിട്ട് രാവിലത്തെ വ്ളോഗല്ല, വൈകുന്നേരത്തെയാണ് കേട്ടോ. ഇന്ന് കുക്കിങ്ങൊക്കെ വൈകുന്നേരമാണ് തീയൊക്കെ കൂട്ടിങ്ങാണ്ട് തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു സ്ഥലം വരെ പോവേണ്ടിണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി പിന്നെ വന്നതൊരു 1:30 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല വിശപ്പോടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വേഗം ഹോട്ടലിൽ നിന്ന് പാഴ്സലൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ അതാണ് കേട്ടോ ഉച്ചക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് രാത്രിക്കൽക്ക് എന്തായാലും കുക്കിങ്ങൊക്കെ ഉണ്ടാക്കണം, ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ചോറും കറിയും അതിലേക്ക് എന്തെങ്കിലും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേൽ കുറച്ച് ചോറുണ്ട്, ഒരാൾക്ക് കഴിക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു കുടുക്ക വെച്ചിരിക്കണം കേട്ടോ, അതിലേക്ക് ഉള്ളത് മതി. അപ്പോൾ ഇനി കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കൊരു ഇടിച്ചക്ക വീണിട്ടുണ്ട് കേട്ടോ. ഇട്ടതല്ല, വീണ് കിടക്കുന്നു. നല്ല കാറ്റൊക്കെ അല്ലേ, അപ്പോൾ വാടി വീണിക്ക് എന്താ അറിയില്ല. അപ്പോൾ അതുമ്മേ എപ്പോഴും ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുക കേട്ടോ. ചിലത് ഇടിച്ചക്ക ആവുന്നതിന് മുമ്പ് തന്നെ വീണ് പോവുകയാണ്. അപ്പം എന്നാൽ ഇടിച്ചക്കയുണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു കഷ്ണമായി വന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വാടി വീണതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എത്ര കട്ട് ചെയ്തിട്ടും കിട്ടുന്നുണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് മടാളുണ്ടല്ലോ, നമ്മൾ ഇനി വേറെ എന്താ പറയുക എനിക്കറിയില്ല, അതുകൊണ്ട് ഒന്ന് നടുക മുറിച്ച് പിന്നെ കൊടുന്നിട്ട് പീസാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതുകൊണ്ടൊരു ഉപ്പേരിയും ആദ്യം വിചാരിച്ചു ഇതുകൊണ്ട് തേങ്ങയൊക്കെ അരച്ച് കറി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ പിന്നെയും ഉപ്പേരിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഇത് തന്നെ ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. ഇനി കറി വല്ല തക്കാളിക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആരുമില്ല, ഞാനും ഉമ്മയും ഉപ്പയും മാത്രമല്ലേ ഉള്ളൂ. കറി പിന്നെ അധികം ആർക്കും വേണമെന്നുമില്ല. ഉപ്പയും കൂട്ടിയാലും കുറച്ചെങ്കിലും കൂട്ടുള്ളൂ. എനിക്കങ്ങനെ ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറിയൊന്നും ഒഴിക്കാതെ ചോറിലിട്ട് നമ്മൾ കുഴച്ച് കഴിക്കുമല്ലോ, അങ്ങനെ കഴിക്കണതാട്ടോ ഇഷ്ടം. അപ്പോൾ പിന്നെ കറി വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് തോല് കളയാനൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എല്ലാം ഇടിച്ചൊക്കെ നന്നാക്കൽ, ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിമെന്നാണ് തോല് കളയൽ. പക്ഷെ അത് ആ സമയത്ത് ഞാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ ഇങ്ങനെ ആക്കുകയാണ്. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ അല്ലല്ലോ ഞാൻ നന്നാക്കൽ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഏതായാലും അതിൻ്റെ തൊലിയൊക്കെ കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിലും നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാതും ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് പണികൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ചായ കുടിച്ച് അങ്ങനെ പോയതായിരുന്നു. നമ്മൾ തുടക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ടു, രാവിലെ ചായയൊക്കെ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകിയിട്ടു, അത്രയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയതായിരുന്നു. തുണിയൊന്നും അലക്കിയിട്ടില്ല. അതുപോലെ തുടക്കണം, ഫുഡ് ഉണ്ടാക്കണം, ക്ലീനിങ്ങും എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരത്താണ് ചെയ്യണത്. ചിലവർക്ക് രാവിലെ തന്നെ ചെയ്താലേ അതൊക്കെ ശരിയാവുണ്ടാവുള്ളൂ. അപ്പോൾ എത്ര ടൈം ഉണ്ടെങ്കിലും വൈകുന്നേരമൊക്കെ ടൈം ഉണ്ടെങ്കിലും കാണാം ചിലരൊക്കെ രാവിലേക്കൽക്ക് വെക്കുന്നു. എനിക്കങ്ങനെ ഇന്ന ടൈമിനൊന്നുമില്ല കേട്ടോ. എനിക്ക് ഓരോ തോന്നല. കൂടുതലും എനിക്കിഷ്ടം ഈ നേരത്ത് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ, ഫുൾ ടൈം കിച്ചണിൽ പണിയെടുക്കണത് ഇഷ്ടമാണ് എന്നല്ല കേട്ടോ പറഞ്ഞേ. എന്നാലും കുഴപ്പമില്ല, ഈ നേരത്ത് ഫുഡ് ഉണ്ടാക്കണമൊന്നും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നലില്ല. ഡെയിലി അല്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ. അപ്പോൾ അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നലില്ല. അപ്പോൾ ഇടിച്ചൊക്കെ ഞാൻ അത്യാവശ്യം ഒരു വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നുറുക്കിയെടുക്കണത്. എന്നാൽ പിന്നെ കുക്കറിൽ ഇങ്ങോട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ അങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴേക്കും ഒരുപാട് ടൈം പിടിക്കും. അപ്പോൾ ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്ട് നുറുക്കിയെടുത്തിട്ട് പിന്നെ അത് കുക്കറിലിട്ടിട്ട് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം.
അപ്പം ഇന്ന് ഇവാനി സ്കൂളിലൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ ടൈമിൽ ഓളെ കൊണ്ടുവരാൻ പോകേണ്ട ഡ്യൂട്ടിയൊന്നും ഇല്ല. അപ്പോൾ ഓളും അന്നക്കുട്ടിയും കൂടെ അവിടെ നല്ല കളിയിലാണ്. ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, വേഗം കഴിഞ്ഞിട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് ടൈം നമ്മളിത് അരിയാൻ തന്നെ കട്ട് ചെയ്യാൻ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അന്നക്കുട്ടിക്ക് നന്നായിട്ട് വിശന്നിട്ട് കരയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മളവിടെ കലക്കിപ്പാർന്നപ്പം എന്നാ പറയുക, നീർദോശ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മാവ് മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പക്ക് വേണ്ട വേഗം ചുട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി മാവ് ഉണ്ടായിരുന്നത് ഞാൻ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായക്ക് അന്നക്കുട്ടിക്ക് ഇവാക്കൊക്കെ കൊടുക്കാമല്ലോ. അന്നക്കുട്ടിക്ക് ഇപ്പോൾ എല്ലാതും നമ്മൾ കഴിക്കണ എല്ലാം കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 10 മാസം കഴിഞ്ഞു, 11ാം മാസമാണിത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ ആ ടൈമിൽ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഒന്നുകൂടിയും തീയൊക്കെ കത്തിച്ച് വെച്ച് അതുവരെ ആയിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അധികം പരന്നിട്ടൊന്നുമില്ല. ഞാൻ ഒരു പാത്രം തന്നെ എടുത്തത് തന്നെ അടുത്തതിനും എടുക്കുക. അതുകൊണ്ട് എനിക്ക് അധികം പാത്രങ്ങളൊന്നും അങ്ങനെ കഴുകാനൊന്നും ഉണ്ടാവലില്ല. ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. റോഡും ഒക്കെ ആവുക കാരണം വണ്ടികൾ പോകുന്നതിൻ്റെയും അതുപോലെ അടുത്തടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് ശബ്ദത്തിൻ്റെ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നത് അതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ അന്നക്കുട്ടിക്ക് ചായയും അപ്പമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവാക്കും ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇടിച്ചക്ക കഴുകിങ്ങാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചോറ് വെന്തിട്ടില്ല. അപ്പോൾ ചോറ് വേകുമ്പോഴേക്കും നമ്മളിവിടെ കഴുകി കുക്കറിലാക്കി വെച്ചാൽ പിന്നെ ചോറ് മാങ്ങുമ്പോൾ നമുക്ക് വേഗം വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ നുറുക്കിയ ഇതിൽ ശ്രദ്ധിച്ചത് അതിലൊരു കഷ്ണം വലുതായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് മുറിച്ച് കൊടുത്തുങ്ങാണ്ട് അതിലേക്ക് കഴുകിങ്ങാണ്ട് 2-3 പ്രാവശ്യമൊക്കെ കഴുകിങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ആ വളഞ്ഞ് ഒഴിച്ച ടേസ്റ്റ് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ കയ്യുമ്മ വളഞ്ഞാവണൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. നമ്മൾ എത്ര അത് എണ്ണയൊക്കെ തേച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുളിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നിസ്കരിക്കണതിൻ്റെ മുമ്പേ ഒന്നും നമ്മളെ കയ്യുമ്മ അതുള്ളത് കാണൂല. നിസ്കാരമാണ് കഴിഞ്ഞതിന് ശേഷമേ അത് കയ്യുമ്മ ഉള്ളത് കാണുള്ളൂ. അപ്പോൾ പിന്നെ ആകെ ഒരു എത്ര തിരഞ്ഞിട്ടും കാണാത്തൊരു സാധനം നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ആ കണ്ണിൽ അതിന് കാണിച്ചു തരിക എന്നുള്ളത് തന്നെ അറിയില്ല. അപ്പോൾ ഇടിച്ചക്കൊക്കെ കഴുകിങ്ങാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഞാൻ ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം നമ്മളിതിന് കുക്കറിൽ വേവിച്ചിങ്ങാണ്ട് പിന്നെ കുത്തി ഉടക്കല്ലേ. അപ്പോൾ അത്യാവശ്യത്തിന് എരിവ് അപ്പം തന്നെ ഉണ്ടാവും. ഏതെരിവില്ലാത്ത മുളകും കുക്കറിലൊന്ന് വിസിലടിച്ച് വരുമ്പോഴേക്കിനും അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതവിടെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ചോറ് വാങ്ങുമ്പോൾ അതങ്ങ് വെച്ച് കൊടുക്കാമല്ലോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ വൈകുന്നേരമൊക്കെ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ എന്തിനാണ് ഈ അടുപ്പത്തൊക്കെ വെക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റും നമ്മുടെ റബ്ബറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് വിറകും കാര്യങ്ങളും എല്ലാതും ഉള്ളത് കാരണം നമ്മൾ മാക്സിമം അടുപ്പത്ത് തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ് കേട്ടോ. പിന്നെ ഗ്യാസുമ്മ വെക്കാറില്ല എന്നല്ല, വെക്കാറുണ്ട്. പക്ഷെ എന്നാലും വയ്യാന്ന് തോന്നുമ്പോഴൊക്കെ പോരെ, അല്ലെങ്കിൽ അല്ലാത്ത ടൈമിൽ രാവിലെ തിരക്ക് പിടിക്കുന്ന ടൈമിൽ അങ്ങനെയൊക്കെ പോരെ നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം.
ഇങ്ങനെ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പത്ത് തന്നെ നല്ലത്, പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. ഗ്യാസുമ്മ തന്നെ കുക്ക് ചെയ്തവർക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. പക്ഷെ അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ അത് ആ കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ 2 തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. ഇത് തന്നെ ബാക്കി വയ്ക്കാറ്, ഇതുകൊണ്ട് കറി ഉണ്ടാക്കിയാൽ തന്നെ. അപ്പോൾ ഇനി അതൊക്കെ അവിടെ നുറുക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഉള്ളൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അധികം അടിക്കാനും കാര്യങ്ങളും തുടക്കാനൊന്നുമില്ല, എന്നാലും ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് അടിക്കലും തുടക്കലും ഒക്കെ. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. അപ്പോൾ അടിക്കാനൊക്കെ നിന്നപ്പോഴേക്കും ഇതാ കറണ്ട് പോയിട്ടോ. അപ്പോൾ ഈ കാറ്റ് കാരണം എപ്പോഴും കറണ്ട് പോക്കാണ്. അപ്പോൾ പിന്നെ ഞാനിനി ഉള്ളിലത്തെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിന് ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ എടുത്ത് അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ, രാവിലെ എല്ലാതും അടിച്ച് വാരി പോയതായിരുന്നു കേട്ടോ. പക്ഷേ ഈ കാറ്റ് കാരണം ഞാൻ പറഞ്ഞില്ലേ 4 പുറം റബ്ബർ ആവുക കാരണം മുറ്റമൊക്കെ ആകെ തൂർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അലക്കലും കഴിഞ്ഞ് കുളിയും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചോറും വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചോറും വാങ്ങി ഇനി ആ അടുപ്പത്തേക്ക് നമ്മൾ കുക്കർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ വെച്ചങ്ങാണ്ട് തീ ഒന്നുകൂടെ ഒന്ന് കത്തിച്ചു കൊടുത്ത് ചോറ് ഊറ്റിയെടുക്കുക. ഇനിയിപ്പോൾ തുടച്ചിട്ടില്ല കേട്ടോ, കാരണം കറണ്ട് പോയപ്പോൾ ഞാനങ്ങനെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുക്കാതെ പിന്നെ അങ്ങനെ അലക്കാനും കാര്യങ്ങൾക്കും പോയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ തുടക്കാനുണ്ട്. അപ്പോൾ ചോറ് ഇവിടെ ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയാണ് കേട്ടോ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. തുടക്കാനും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അധികം തുടക്കാനൊന്നും ഇല്ല, എന്നാലും ദിവസം ചെയ്യുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ രാത്രിയാണെങ്കിലും തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. ഇവിടുത്തെ ഉമ്മ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് കേട്ടോ, നമ്മൾ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ കിടക്കുന്ന ആൾക്കാരാണ്. രാവിലെ വിളിക്കാൻ ചെല്ലുമ്പോൾ നീക്കൂല, അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഇന്നത്തെ കാലത്ത്. എന്നുവെച്ചാൽ രാത്രി ഒരു കുഴപ്പമില്ലാതെ കിടന്നതിനോല് രാവിലേക്കും പടച്ചവൻ്റെ വിളിക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ടാകും. അങ്ങനത്തെ കാലമല്ലേ ഇന്ന്. പെട്ടെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കണല്ലേ. അപ്പോൾ നമ്മളെപ്പോൾ കിടക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാതും ക്ലീനാക്കി, ഞാൻ എത്ര വയ്യാന്നുണ്ടെങ്കിൽ എത്ര തലപോണ കേസായിട്ട് വയ്യാതെ കിടക്കുകയാണെങ്കിലും ഞാൻ ക്ലീൻ ചെയ്യാതെ പാത്രം കഴുകാതെ കിടക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ എപ്പോഴും പറയും, അങ്ങനെ എല്ലാതും ക്ലീനാക്കിങ്ങാണ്ട് കിടക്കണം. വരുന്നവർ എന്തെങ്കിലും ഒന്നും പടച്ചോനെ ആക്കാതിരിക്കട്ടെ, എന്നാൽ കൂടി വരുന്നവർ നമ്മുടെ വീട് വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാനും അല്ല വരുന്നത്, അത് നമ്മൾ ചെയ്ത് വെക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാനും ഫോളോ ചെയ്യൽ. അപ്പോഴേക്കും തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉപ്പേരി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി തക്കാളിക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ നമുക്കും തന്നെ കിടക്കാൻ പോകുമ്പോഴൊക്കെ ഒരു സന്തോഷമായിക്കാരം കേട്ടോ, നല്ല വൃത്തിയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ തക്കാളിക്കറിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയുന്നതന്നെയല്ലേ ഇക്കാരല്ലേ. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ചട്ടി കാണുമ്പോൾ എല്ലാവർക്കും എന്ത് സാധനം അതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. ഇത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ചോറൊക്കെ വെച്ച കലം കണ്ടില്ലേ, കുടുക്ക എന്ന് പറയുന്ന സാധനം, അതിൻ്റെ വക്കൊക്കെ പൊട്ടി വരുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം മോൾ ഭാഗം കട്ട് ചെയ്തിട്ട് അടിഭാഗമാണ് കേട്ടോ ആ ചട്ടി എന്ന് പറയുന്നത്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഈ അടുപ്പത്തൊക്കെ വെക്കാനും കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഞങ്ങൾ കാര്യമായിട്ട് ഇതിൽ തന്നെയാണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ വെക്കേണ്ടതൊക്കെ കുക്ക് ചെയ്യാറ്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ വക്കൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് വലിച്ചെറിയുക, അല്ലെങ്കിൽ പഴയതെടുക്കാൻ വരുന്നവർക്കൊക്കെ കൊടുക്കലേക്കാരം. ഇങ്ങനെ കട്ട് ചെയ്തിങ്ങാണ്ട് അതിൻ്റെ അടി എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചട്ടി, ഒരു വറവിടാനുള്ള ചട്ടിയൊക്കെ ആയിട്ട് എടുക്കാം.
ഇൻഷാ അല്ലാ നമുക്ക് പുതിയ ചട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങണം. ചട്ടിയൊക്കെ കാണുമ്പോൾ നമുക്കുള്ളതല്ലേ ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോക്കായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചട്ടിയും പാത്രമൊക്കെ വാങ്ങി കൂട്ടിയിട്ട് അതുകൊണ്ടൊന്നും ഇപ്പോൾ ഒരു കാര്യമില്ലല്ലോ. ഇൻഷാ അല്ലാ 1-2 പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിനി പുതിയതായിട്ട് വാങ്ങണം. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നാവട്ടെ. അപ്പോൾ കുക്കിങ്ങും കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിഞ്ഞ് എല്ലാതും ക്ലീൻ നീറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.